തുടക്കക്കാരനും എറണാകുളം അങ്കമാലി അതിരൂപത മുൻ സഹായമെത്രാനുമായ മാർ തോമസ് ചക്കീത്ത് പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓണറബിൾ ജസ്റ്റിസ് ശ്രീമതി മേരി ജോസഫ്, പെരിയ ബഹുമാനപ്പെട്ട പൊട്ടക്കിലച്ച, സെബാസ്റ്റിച്ച, എടശ്ശേരിയച്ച, ജിമ്മിയച്ച, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, 25 വർഷം മുമ്പ് ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിൻ്റെ പിന്നിൽ കഠിനമായ അധ്വാനം, അർപ്പണ മനോഭാവത്തോടെയുള്ള സേവനം അർപ്പിച്ചത് സെബാസ്റ്റ്യനും കളപ്പുരയച്ചനാണ്. അച്ഛനാണ് ഇതിന് വളർത്തിയെടുത്തത്. പിന്നീട് വന്ന വൈദികരുടെ സേവനവും ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഞാൻ അച്ഛനെ പ്രത്യേകം ആദരിക്കുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ള സന്തോഷകരമായൊരു കാര്യം, എറണാകുളത്തെ വലിയൊരു വ്യവസായി ടോമി ചാക്കോള എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിലാണ് ഈ വെൽഫെയർ സർവീസസ് എന്ന സങ്കല്പം രൂപം കൊണ്ടത്. അത് 1995 അദ്ദേഹത്തെയും വേറെ ചില സുഹൃത്തുക്കളെയും വിളിച്ച് ഈ പറമ്പിൽ ഇവിടെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അദ്ദേഹമാണ് വാസ്തവത്തിൽ നമുക്കൊരു മാർഗദർശനം നൽകിയത്. അദ്ദേഹം പെട്ടെന്ന് ഹൃദയസ്തംഭനം പോലും മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ ആദരവോടെ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് അന്ന് തുടങ്ങുന്ന ഒരു കാലമാണ്, തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ട് വരുമ്പോൾ കൊച്ചി പട്ടണം, ആലുവ, അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും. വലിയൊരു പുരോഗതി ഈ പ്രദേശത്തിനുണ്ടാകും. ആ പുരോഗതിയോടൊപ്പം വളരെയേറെ പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അതിലൊരു മേഖല ഹൗസ് കീപ്പിംഗാണ്. അദ്ദേഹം പറഞ്ഞു, ഹൗസ് കീപ്പിങ്ങിന് വലിയ സാധ്യതകളുണ്ട്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഈ ചിന്ത രൂപം കൊണ്ടത്. പിന്നീട് സെബാസ്റ്റ്യൻ ഇത് വളർത്തിയെടുത്തു. എങ്കിലും അതിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ടോമി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അത്ര ബോധ്യമായിരുന്നില്ല. അപ്പം ഞാനും മോൺസിനോർ പെരുമായനച്ചനും കൂടി അന്ന് അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ടാജ് റെസിഡൻസി ഹോട്ടലിൽ പോയി അവിടുത്തെ ഈ ഹൗസ് കീപ്പിംഗ് പരിപാടിയുടെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട് ഇതേപ്പറ്റി ആലോചിക്കുകയുണ്ടായി. അദ്ദേഹം ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. അങ്ങനെ തുടങ്ങിയൊരു ഒന്നാണിത്. ഈ സ്ഥാപനം ഇത്ര പെട്ടെന്ന് ഇത്രയും വളരുമെന്ന് ഒരിക്കലും ഞാനോ സെബാസ്റ്റ്യനോ സ്വപ്നം കണ്ടിട്ടില്ല. ഇത് വളർന്നു, ഇനിയും വളരാൻ ഏറെ സാധ്യതകളുണ്ട്. ടോമി അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം, കൊച്ചി പട്ടണം വളരുമ്പോൾ ഫ്ലാറ്റുകൾ ധാരാളമായിട്ടുണ്ടാകും. ഈ ഫ്ലാറ്റുകൾ ക്ലീൻ ചെയ്യേണ്ടി വരും. അതിന് കുറേയേറെ സാധ്യതകളുണ്ട് തൊഴിൽ കൊടുക്കാൻ. അങ്ങനെ കുറേയേറെ സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായി, സെബാസ്റ്റ്യനുണ്ടായി, പിന്നീട് വന്ന് വൈദികർക്കുണ്ടായി. അതിൻ്റെ എല്ലാം പരിണതഫലമായിട്ടാണ് ഇത്രയും വളർന്നത്. ഞാനൊരു കാര്യം ഓർക്കുക, ഞാൻ എയർപോർട്ടിൽ പലപ്പോഴും ഇങ്ങനെ റൂമിൽ പോകേണ്ടിയൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ആരെങ്കിലും അവിടെ കാണും. അത് ഈ നൈപുണ്യൻ ഇതിൻ്റെ പ്രവർത്തകരാണ്. അവരുടെ സ്വാധീനത്തിൽ ഞാനൊക്കെ സൂത്രത്തിൽ കടന്നുപോയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ പ്രവർത്തനം ആരംഭിക്കുക. ആദ്യം മുതൽ ഇന്ന് വരെയും ഇനിയും ഇതിനൊരു ടീം വർക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുക. അതിനുണ്ട്. അതാണ് ഇതിൻ്റെ വളർച്ചയുടെ കാരണം. നിങ്ങളൊരു കുടുംബമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നൈപുണ്യ വെൽഫെയർ സർവീസിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ ഒരു കുടുംബ വികാരം ഇതിനകത്തുണ്ട്. അതിന് നേതൃത്വം വഹിച്ച വൈദികരാണ് ഈ വികാരം വളർത്തിയെടുത്തിട്ടുള്ളത്. അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട്. ഞാൻ ഓർക്കുന്നു, ജപ്പാനിൽ വ്യവസായപരമായിട്ട് വളർച്ച പ്രാപിക്കാൻ വലിയ കാരണമായത് അവർ വളർത്തിയെടുത്ത ഒരു സങ്കല്പമാണ്. ക്വാളിറ്റി സർക്കിൾ എന്നാണ് അതറിയപ്പെടുക. അവരുടെ വ്യവസായ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് അവർ കണ്ടെത്തിയ ഒരു സങ്കല്പം, ചെറിയ ഗ്രൂപ്പുകളായിട്ട് വലിയ കമ്പനികൾ മാറ്റുക. ഓരോ ഗ്രൂപ്പിനും അതിന് കൃത്യമായിട്ടുള്ള ജോലി നിശ്ചയിച്ചു കൊടുക്കുക. അത് ടീമായിട്ട് വളരണം. സ്വന്തം കുടുംബത്തിൽ അംഗങ്ങളെപ്പോലെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കണം. അങ്ങനെ ആ സങ്കല്പം അനുസരിച്ചാണ് ജപ്പാനിൽ വ്യവസായം വളർന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ നൈപുണ്യ വെൽഫെയർ സർവീസസിൽപ്പെട്ട എല്ലാവരും ഒരു ടീമാണ്.
ഈ ടീം ഒരു കുടുംബം പോലെയാണ്, നൈപുണ്യ കുടുംബം. ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും പണം മാത്രം കിട്ടിയാൽ പോരാ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി ഇതിൻ്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റണം. പണം ആവശ്യമാണ്. അതിലേറെ ഉപരിയായിട്ടുണ്ടാകേണ്ടത് കൂട്ടായ്മ, സ്നേഹം, പങ്കുവയ്ക്കൽ. ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിയെത്തുക. സാമ്പത്തിക സഹായം മാത്രമല്ല, മാനസിക സംഘർഷങ്ങളുണ്ടാകാം. നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കാനും അന്വേഷിക്കാനും ആശ്വാസം പകരാനും ഒക്കെയുള്ള ഒരു വളർച്ച, മാനസികമായൊരു വളർച്ച ഈ പ്രസ്ഥാനം വഴി നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മാനസിക സന്തോഷവും സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന ഒരു സങ്കല്പം കൂടി ഞാനിവിടെ പറയുകയാണ്. അതുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുക. കൂട്ടായ്മയിലാണ് നമ്മൾ വളരുന്നത്. ഈ കൂട്ടായ്മയിൽ സാമ്പത്തികമായിട്ട് വളരുന്നതോടൊപ്പം തന്നെ മറ്റെല്ലാ തരത്തിലുള്ള വളർച്ചയും അക്കൂട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, നമ്മൾ ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, സാംസ്കാരിക പുരോഗതിക്ക് ഒരു സംഭാവന ചെയ്യുകയാണ്. വൃത്തിഹീനമായി ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ വൃത്തിയുള്ള സ്ഥലങ്ങളായിട്ട് മാറ്റുന്നു. ആര് വന്ന് കണ്ടാലും മനോഹരമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ. നമ്മുടെ എയർപോർട്ട് തുടങ്ങിയപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ശുദ്ധമായി അത് കാത്തുസൂക്ഷിക്കുന്ന ഇതിൽ നമ്മുടെ അന്നത്തെ ഡയറക്ടർ വിജയ് കുര്യൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ആ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ ഒരു പങ്കുണ്ട്. അതുപോലെ എല്ലാ സ്ഥാപനങ്ങളും മനോഹരമായിട്ട് കാത്തുസൂക്ഷിക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വലിയ സഹായമാകും എന്ന ചിന്ത കൂടി നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ സോഷ്യൽ വെൽഫെയർ സർവീസസ് കേരളത്തിനും ഭാരതത്തിനും നമ്മുടെ സമൂഹത്തിനും ചെയ്യുന്ന സേവനം നിസ്തുലമാണ്. അത് ഇനിയും ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സെബാസ്റ്റ്യനും എടശ്ശേരിയച്ചനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വൈദികർക്കും ആത്മായ നേതാക്കന്മാർക്കും ഒക്കെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.